എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജീജോ. ഞാൻ മാൾട്ട മലയാളി അസോസിയേഷൻ PRO ആണ്. മാൾട്ടയിൽ 8 വർഷമായി ഇവിടെ നഴ്സായി വർക്ക് ചെയ്യുന്നു. അച്ഛൻ ആണ് ഞങ്ങളോട് ഈ ഒരു വെബിനാറിനെ കുറിച്ച് പറഞ്ഞതും അതുപോലെ തന്നെ അതിൽ ഒരു പ്രസന്റേഷൻ എന്ന രീതിയിൽ ചെയ്യാൻ പറഞ്ഞത്. എനിക്കൊന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ മാക്സിമം നമ്മൾ ഷോർട്ടാക്കി എത്രയും പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആദ്യമായി ഈ നോർക്ക വെബിനാറിലേക്ക് ക്ഷണിച്ചതിന് മാൾട്ട മലയാളി അസോസിയേഷൻ്റെ പേരിൽ എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ സെക്ഷൻ തീർക്കാൻ ശ്രമിക്കാം. ഞാൻ ആദ്യമായി തുടങ്ങുന്നത് നമ്മുടെ മാൾട്ടയിൽ എങ്ങനെ നമുക്ക് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാം എന്നുള്ള രീതിയിൽ തുടങ്ങാം. ആദ്യം നമ്മുടെ പെർമിറ്റ്സ് എങ്ങനെയാണ് നമ്മുടെ വർക്ക് പെർമിറ്റ്സ് വരുന്നത് എന്ന് നോക്കാം. നമുക്ക് പ്രധാനമായും 7 ടൈപ്പ് ID കാർഡുകളാണ് ഇവിടെ മാൾട്ടയിൽ കൊടുക്കുന്നത്. അത് മെയിൻലി നമ്മളെല്ലാവരും സിംഗിൾ പെർമിറ്റ് എന്നൊരു ID കാർഡിലാണ് സാധാരണക്കാർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽസ് മാൾട്ടയിൽ എത്തുന്നത്. അതുകൂടാതെ നമുക്ക് പെർമനന്റ് റെസിഡൻസ് കാർഡ് ഉണ്ട്, EU ബ്ലൂ കാർഡ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈ പ്രൊഫഷണൽസിനുള്ള കാർഡുണ്ട്, സീസണൽ വർക്ക് പെർമിറ്റ് ഉണ്ട്. അതിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സിംഗിൾ പെർമിറ്റ് കാർഡിനെ കുറിച്ചാണ്. അതായത് നമ്മൾ സാധാരണ മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ളവർക്ക് ഏറ്റവും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖല അല്ലെങ്കിൽ ഒരു പെർമിറ്റാണ് സിംഗിൾ പെർമിറ്റ്. നമുക്ക് അതിന് €600 നിലവിൽ ഇപ്പോൾ പുതിയ റൂൾ പ്രകാരം നമുക്ക് ചാർജായി വരുന്നത്. മാൾട്ടയിലേക്ക് അത് വരുന്നതിന് മുന്നേ ഇപ്പോൾ നമുക്ക് പ്രീ ഡിപ്പാർച്ചർ കോഴ്സ് ചെയ്യണം. അതുപോലെ തന്നെ ഓരോ പ്രൊഫഷൻ അനുസരിച്ച് ഡിഫറെൻറ്റ് കോഴ്സുകൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അടുത്ത സ്റ്റേജിൽ പറയുന്നതായിരിക്കും. പിന്നെയുള്ളത് നമുക്കിവിടെ 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് PR-നെ അപ്ലൈ ചെയ്യാം. അതായത് 5 വർഷത്തെ കാർഡാണ് നമുക്ക് ലഭിക്കുക. അത് ഒരു 2 ഇയർ കോഴ്സ് ഇവിടെ ഉണ്ട്. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ക്രൈറ്റീരിയ അനുസരിച്ചായിരിക്കും നമുക്ക് ആ ഒരു കാർഡ് ലഭിക്കുക. അടുത്ത വരുന്നത് ഒരു എന്താ പറയുക ഹൈലി പ്രൊഫഷണൽ, അതായത് €45,000 മേലെ ആനുവൽ സാലറി ഉള്ളവർക്കാണ്. അത് മെയിൻലി വരുന്നത് IT പ്രൊഫഷണൽസ് ആണ് കൂടുതൽ അതിൽ വരുന്നത്. അത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. കമ്പനികൾ, അതായത് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ വലിയ കമ്പനികൾ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസ് ആണ്. പിന്നെയുള്ള സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്. അതായത് ഏകദേശം ഒരു 50 ലക്ഷം രൂപ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻകം ആയിട്ട് €50,000 ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് അവർക്ക് സ്വന്തമായി പെർമിറ്റും അതുപോലെ തന്നെ ID കാർഡും കിട്ടുന്ന ഒരു മേഖലയാണ് അത്. ഇതാണ് ബേസിക് നമ്മുടെ ID കാർഡുകൾ വരുന്നത് മാൾട്ടയിലേക്ക് വരുമ്പോൾ ഉള്ളത്. ഇനി മാൾട്ടയിലേക്ക് വരുന്ന സാധാരണക്കാർക്ക്, അതായത് സിംഗിൾ പെർമിറ്റിൽ വരുന്നവർക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ ഈ സ്കിൽ പാസും അതുപോലെ തന്നെ പ്രീ ഡിപ്പാർച്ചർ കോഴ്സും. ബേസിക്കലി പ്രീ ഡിപ്പാർച്ചർ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൾട്ടയുടെ കൾച്ചർ എന്താണ്, ഇവിടുത്തെ ലാംഗ്വേജ് എങ്ങനെയാണ്, ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ എന്താണ്, ഇതിനെ കുറിച്ചിട്ട് ഓൺലൈനിലായിട്ട് ചെയ്യുന്ന ഒരു കോഴ്സാണ്. അത് നമ്മൾ മാൾട്ടയിലേക്ക് വരുന്നതിന് മുന്നേ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കണം. അതിന് വരുന്ന കോസ്റ്റ് €250 അത് നമ്മൾ നാട്ടിൽ വെച്ച് തന്നെ അടച്ച് ആ കോഴ്സ് നമ്മൾ ഇപ്പോൾ വിസ അടിക്കുന്നതിന് മുന്നേ നമ്മൾ ഈ കോഴ്സ് ചെയ്തിരിക്കും. അതിൻ്റെ രണ്ടാം പാർട്ടാണ് സ്കിൽ പാസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഹോസ്പിറ്റൽ മേഖല അല്ലെങ്കിൽ ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ വരുന്നവർക്ക് ആണ് അടുത്ത സെക്ഷനായിട്ട് വരുന്നത് സ്കിൽ പാസ്. അത് ഏകദേശം €245 നമുക്ക് ആ ഒരു കോഴ്സിന് വരുന്നത്. അത് 2 ഫേസ് ഉണ്ട്. ഒന്ന് പ്രീ ഡിപ്പാർച്ചർ കോഴ്സിലുള്ള പോലെ തന്നെ ഓൺലൈനാണ് നമുക്ക് കോഴ്സ് അറ്റൻഡ് ചെയ്യാം. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഫേസ് 2-ലെ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആണ്. അത് കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്താൽ മാത്രമാണ് നമുക്ക് ID കാർഡിന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നിലവിൽ മാൾട്ടയിലുള്ളവർക്കാണെങ്കിൽ അത് റിന്യൂ ചെയ്യണം. അതായത് നെക്സ്റ്റ് റിന്യൂവലിന്റെ സമയത്ത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ബേസിക്കലി ഇതെല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഈ മാൾട്ടയുടെ കൾച്ചർ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എങ്ങനെ ജീവിക്കണം, ലാംഗ്വേജ് എങ്ങനെയായിരിക്കും, നമ്മുടെ എന്താ പറയുക, ഒരു കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. അതായത് മാൾട്ടയും ഇന്ത്യയും തമ്മിലുള്ള ഒരു കൾച്ചർ ഡിഫറൻസ്, അതൊന്ന് മനസ്സിലാക്കി ഇവിടുത്തെ കൾച്ചറിനോട് കൂടുതൽ അടുത്ത രീതിയിൽ എങ്ങനെ നമുക്ക് ഇൻവോൾവ് ആവാം എന്നതാണ് ബേസിക്കലി അവർ ഇതിനെ കൊണ്ട് ഫോക്കസ് ചെയ്യുന്നത്. ഏകദേശം ഒരു 4-5 വർഷം മുന്നേ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷനും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഹ്യൂമൻ റൈറ്റ്സിന്റെ അണ്ടറിൽ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിൽ നടക്കുന്നുണ്ടായിരുന്നു.
അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വർഷമാണ് ഇതെല്ലാം സ്ട്രിക്റ്റായും നമ്മൾ പാലിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയതും അത് അവർ ഇംപ്ലിമെന്റ് ചെയ്തേക്കണം. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്. കാരണം നമ്മൾ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ആയുള്ള ആൾക്കാർ മാത്രമാണ് ഇവിടെ നാട്ടിലെത്തുക. അതിനു മുന്നേ ഒരുപാട് പേര് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൽ പെട്ടിട്ടും അല്ലാതെയും ചതിക്കപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു പരിധിവരെ ഇതുകൊണ്ട് അതിപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് ഇവിടുത്തെ ഗവൺമെന്റ് വിശ്വസിക്കുന്നു, നമ്മളും അതുപോലെ തന്നെ വിശ്വസിക്കുന്നു. ഇനി ഞാൻ അടുത്ത സ്ലൈഡിൽ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ജോലി സാധ്യതകൾ എന്നാണ്. നമുക്കിതിനെ രണ്ടായിട്ട് തരംതിരിക്കാം. മാൾട്ടയിലെ വിദഗ്ധ ജോലി, അതായത് പ്രൊഫഷണൽസ് ആൻഡ് നോൺ പ്രൊഫഷണൽസ്, സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് അങ്ങനെ പറയാം. ഈ വിദഗ്ധ ജോലി എന്ന് പറയുമ്പോൾ ഡോക്ടർമാർ, നഴ്സുമാർ, എഞ്ചിനീയർമാർ, IT പ്രൊഫഷണൽസ്, ഹെവി ഡ്രൈവേഴ്സ്, ഇലക്ട്രീഷ്യൻസ്, ഹോസ്പിറ്റാലിറ്റി, മെഷീൻ ഓപ്പറേറ്റേഴ്സ്, കാർപ്പൻറ്റേഴ്സ്, ഈ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും വരുന്നത് എന്താ പറയാ സ്കിൽഡ് മേഖലയിലാണ്. അവർക്ക് ഇവിടെ വരുന്നതിന് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഏജൻസിയെ സമീപിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. എന്നിരുന്നാൽ തന്നെ ആയാലും ബേസിക്കലി ഇവിടെ ആർക്കും സർവീസ് ചാർജ് ഇല്ല എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഏജൻസികൾ ത്രൂ ആണേ നമുക്കിവിടെ വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഫീ അടച്ചിട്ട് വേണം നമുക്ക് മാൾട്ടയിലേക്ക് വരാൻ. ഡോക്ടേഴ്സ്, നഴ്സസ്, അവർക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് മാൾട്ടയിലേക്ക് ഇല്ല. നമ്മൾ വേറെ ഏതെങ്കിലും കെയർ വിസ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിസയിൽ വന്ന് ഇവിടെ വന്ന് ബ്രിഡ്ജിങ് കോഴ്സ്, അതുപോലെ തന്നെ ഡോക്ടേഴ്സിന് ലൈസൻസ് എക്സാം, ഇത് രണ്ടും പാസ്സായതിനു ശേഷമാണ് അവർക്ക് ആ പ്രൊഫഷനിലേക്ക് മാറാൻ പറ്റുകയുള്ളൂ. നിലവിൽ ഇതുവരെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നാട്ടിൽ നിന്ന് നഴ്സസിനും ഡോക്ടേഴ്സിനും ഉണ്ടായിട്ടില്ല. ഒരു 2016 കാലഘട്ടത്തിൽ ഒരു പ്രാവശ്യം നടന്നു, പിന്നീട് അത് നടന്നിട്ടില്ല. പിന്നെയുള്ള എഞ്ചിനീയേഴ്സ്, അതുപോലെ IT പ്രൊഫഷണൽസ്, അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടേതായ എക്സാമുകളുണ്ട്. അത് ഇവിടുത്തെ ഒരു സ്കിൽ പാസ് പോലെ തന്നെ ഒരു ക്വാളിഫിക്കേഷൻ എക്സാമുകൾ എഴുതി പാസ്സാവണം. അത് പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഈ അവരുടേതായ പ്രൊഫഷനിൽ ജോലി ചെയ്യാൻ പറ്റും. ഡ്രൈവേഴ്സ്, ഹെവി ഡ്രൈവേഴ്സിന് ഇവിടെ വന്ന് ഡ്രൈവിംഗ് ലൈസൻസ്, ഇന്റർനാഷണൽ ലൈസൻസ് ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസുമായി എടുത്ത് വേണം അടുത്തൊരു അവരുടെ പ്രൊഫഷണലിലേക്ക് മാറാൻ. ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ മാൾട്ടയിൽ നടക്കുകയാണ്. അതുമായുള്ള ഡിസ്കഷനും സംഭവങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഹോപ്പ്ഫുള്ളി അതെല്ലാം നല്ല രീതിയിൽ അവസാനിക്കുമെന്ന് വിശ്വസിക്കുന്നു. ബാക്കി വരുന്നതാണ് അൺസ്കിൽഡ് മേഖലയിൽ, അതായത് കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് വരുന്ന തൊഴിലാളികൾ, അതുപോലെ ക്ലീനേഴ്സ്, സെയിൽസ് സ്റ്റാഫ്, ഹൗസ് മെയ്ഡ്, കെയർ ഗിവേഴ്സ്, ഡ്രൈവർ, ഒരുപാട് മേഖലയിൽ ജോലി സാധ്യതകളുണ്ട്. എന്നിരുന്നാലും ഈ മേഖലയിലെല്ലാം ചൂഷണങ്ങളും വളരെയധികം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വെബിനാറിൽ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. കാരണം എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്ന് നാട്ടിലേക്ക് കയറി വരാം, എന്തെങ്കിലും ചെയ്ത് ജീവിക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഒരുപാട് പേര് വന്ന് കിടക്കുന്ന ഒരു മേഖല, ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ ആ ഒരു അവസ്ഥയെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഇവിടെയുള്ള ആൾക്കാരും ഒരുപാട് മുതലെടുക്കുന്നുണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഈ ഒരു മേഖലയെ കുറിച്ച് പറയാൻ കാരണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും ഒരു ഫേക്ക് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഏജൻസിക്കാർ പറയുന്ന ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, അത് ഇവിടെ വരിക, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന ജോലിയിലേക്ക് മാറാം എന്നൊരു രീതിയിലാണ് നാട്ടിൽ നിന്ന് ഏജൻസികൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പറയുകയാണെങ്കിൽ ഒരു ക്ലീനറായിട്ട് ഇവിടെ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ചിലപ്പോൾ എഞ്ചിനീയർ ആയിരിക്കാം, പക്ഷെ ക്ലീനറായിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നു, ഇവിടെ വന്ന് പിന്നെ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വലിയൊരു പൊസിഷനിലേക്ക് മാറാം എന്നുള്ളൊരു മിഥ്യാധാരണ നാട്ടിൽ നിന്ന് കൊടുത്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേര് നല്ല ഹൈലി പ്രൊഫഷണൽ ആയ ആൾക്കാരും എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരും എല്ലാം ഈ ഒരു മേഖലയിൽ പറ്റിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അൺസ്കിൽഡ് മേഖലയിലേക്കാണ് ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് ഏജൻസികളും ഫോക്കസ് ചെയ്യുന്നത്. പ്രൊഫഷണൽസിലാവുമ്പോൾ ഇവിടെ വരുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ കടമ്പകൾ കടക്കാൻ ഒരുപാടുള്ളത് കൊണ്ട് ഏജൻസികളും അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല. വളരെ കുറച്ച് നിസ്സാരം ഏജൻസികളാണ്, അതായത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള നല്ല ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏജൻസികൾ മാത്രമാണ് ഡോക്ടേഴ്സും നഴ്സുമാരെയും കൊണ്ടുവരുന്നത്. നല്ല ഏജൻസികൾ നമ്മുടെ നാട്ടിലുണ്ട്, അതുമായി അപ്രോച്ച് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അൺസ്കിൽഡ് മേഖലയിൽ ഈ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മെയിനായിട്ട് എന്താണ് അവരുടെ പ്രൊഫഷൻ, അതായത് നിങ്ങൾക്ക് എന്ത് ID കാർഡാണ് അവർ ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് വലിയ വ്യക്തമായ ധാരണ വേണം. ഞാൻ അടുത്ത സ്ലൈഡിൽ എന്താണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെന്ന് പറയാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെറിയൊരു രാജ്യമാണ്.
അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജോലികളും പരിമിതമാണ്. എന്നിരുന്നാലും നിലവിൽ ആർക്കും അങ്ങനെ ഒരു ജോലിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഒരു പക്ഷേ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതിനെക്കുറിച്ച് നല്ല രീതിയിൽ അവയർനെസ് ആണ്. എനിക്ക് തോന്നുന്നു മാൾട്ടയിൽ നിന്ന് നോർക്ക റൂട്ട്സുമായിട്ട് ഇപ്പോഴും ഒരു രജിസ്ട്രേഷൻ സാധ്യമായിട്ടില്ല. വരും ദിവസങ്ങളിൽ നമ്മളത് ചെയ്യുന്നതായിരിക്കും. ഇനിയും നോർക്ക റൂട്ട്സിലും അന്വേഷിച്ച് കഴിഞ്ഞാൽ മാൾട്ടയിൽ നിന്നുള്ള അപ്ഡേറ്റ്സ് കറക്റ്റായി കിട്ടാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് നോർക്ക റൂട്ട്സുമായിട്ട് നമ്മൾ അടുത്തൊരു സെക്ഷനിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. എന്ത് ഈ സ്ലൈഡ് കൊണ്ട് ഉദ്ദേശിച്ചത് ഇത്രയാണ്. നമ്മളുടെ ഈ ഒരു രണ്ട് വിഭാഗം ജോലിക്കാർ എങ്ങനെ മാറ്റിലെത്തുന്നു എന്നുള്ളത്. അടുത്തത് നമ്മൾ മാർട്ടിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മിനിമം കുറച്ച് കാര്യങ്ങളാണ്. മെയിനായിട്ട് മാൾട്ടയിൽ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലാണ്. ഒന്നെങ്കിൽ ഡയറക്റ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഏജൻസികൾ. അതിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി, അതായത് ലിങ്ക്ഡിൻ, അതുപോലെ ഫേസ്ബുക്ക്, അതുപോലെ ഗൂഗിൾ, അങ്ങനെ അതുവഴി പരസ്യങ്ങൾ, അഡ്വർടൈസ്മെന്റ് വരും. അതുവഴി നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. രണ്ടാമത് മാൻ പവർ ഏജൻസികൾ മുഖാന്തരം പരമാവധി വരാതിരിക്കാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻ പവർ ഏജൻസികൾ ഇവിടെ വരുമ്പോൾ അവർ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മൾ ബാധ്യസ്ഥരാണ്. ആ കോൺട്രാക്ട് ആയിരിക്കും നമുക്ക് അവർ തരിക. അവർ ഇവിടെ നമ്മളെ കൊണ്ടുവരുന്നു, ഇവിടുന്ന് വേറൊരു കമ്പനിക്ക് നമ്മളെ ജോലിക്ക് വിടുന്നു. അതിൻ്റെ ആ ഒരു സ്ട്രക്ചറിലാണ് ആ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് മാൻ പവർ ഏജൻസികളെ നമ്മൾ പ്രിഫറബിളി പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ചില മേഖലകൾ അത് വേണ്ടി വരുന്നതുകൊണ്ട് ആ ഒരു ഏജൻസികളെ നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ സർക്കാർ ജോലികൾക്ക് ഇവിടെ ഏജൻസികളില്ല. സർക്കാരിൻ്റെ വെബ്സൈറ്റുകളിലാണ് ആ ജോലികൾ അനൗൺസ് ചെയ്യുക. അതിന് സർവീസ് ചാർജോ സംഭവങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അത് ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. റീസെൻ്റ്ലി നമുക്ക് ഒന്ന് രണ്ട് കേസുകൾ കണ്ടുപിടിക്കാൻ പറ്റിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്, നമ്മൾ സർക്കാരുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറിഞ്ഞത്. അങ്ങനെ ഒരു സർക്കാർ ജോലിക്ക് ഒരു ഏജൻസിനെയോ ഒരു ഏജന്റിനെയോ ഏൽപ്പിച്ചിട്ടില്ല, ഡയറക്റ്റാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണങ്ങൾ നടക്കുകയാണ് എങ്ങനെ സംഭവിക്കുന്നത്. അപ്പം നമുക്ക് ചെറിയൊരു വിവരം ലഭിക്കാൻ കിട്ടിയത് എന്താ വെച്ചാൽ, നാട്ടിൽ നിന്ന് ഒരു മാൾട്ടയിൽ ഒരു സർക്കാർ ജോലിക്കാണ് ആളെ വിടുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ സംഭവിക്കുന്നത് ആ വ്യക്തിയുടെ ഇമെയിൽ ഐ ഡി മാസ്ക് ചെയ്ത് അവർ സ്വന്തമായി മെയിൽ ഐ ഡി ഉണ്ടാക്കി ആണ് ആ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ വലിയൊരു മേഖലയാണ്. എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത്. സർക്കാർ ജോലിക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. മാൾട്ട മലയാളി അസോസിയേഷനിലെ വാട്സപ്പും ഫേസ്ബുക്കും വഴി നിങ്ങൾക്ക് നിങ്ങളുടെ സംശയം ചോദിക്കാവുന്നതാണ്. ഒരുവിധം സംശയങ്ങൾക്ക് നമുക്ക് മറുപടി നൽകാൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഡോക്ടർമാർ, നഴ്സുമാരെ അവർക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് തന്നെയായിരുന്നാലും നഴ്സാണെങ്കിൽ ഇപ്പോൾ ഒരു ബ്രിഡ്ജിങ് കോഴ്സ് എന്നൊരു കോഴ്സ് നിർബന്ധമായും ചെയ്യണം. ആ കോഴ്സിന് 8 മാസത്തെ കാലതാമസമുണ്ട്. ആ കോഴ്സ് കഴിഞ്ഞ ശേഷം മാത്രമാണ് നമുക്ക് ഇവിടെ ഒരു രജിസ്ട്രേഷൻ ലഭിക്കുക. രജിസ്ട്രേഷൻ ടെമ്പററി രജിസ്ട്രേഷനാണ്. നമ്മൾ എല്ലാ 2 വർഷം കൂടുമ്പോൾ അത് പുതുക്കണം. അങ്ങനെ 4 പ്രാവശ്യം പുതുക്കി കഴിയുമ്പോഴാണ് നമുക്കൊരു നേഴ്സായിട്ട് ഇവിടെ പെർമനന്റ് നേഴ്സായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ഡോക്ടേഴ്സ്, ഇപ്പോൾ നാട്ടിൽ നിന്ന് ഡോക്ടേഴ്സ് വരുമ്പോൾ ഇവിടെ വന്ന് ഇവിടുത്തെ ലൈസൻസ് എക്സാം ഉണ്ട്, അത് പാസ്സാവണം. പ്രശ്നം എന്ന് അത് ഇത്തിരി കോസ്റ്റ്ലി ആണ് എക്സാം, അതുപോലെ ഇത്തിരി ടഫുമാണ്. അപ്പോൾ അത് പാസ്സായതിനു ശേഷം മാത്രമാണ് നമുക്കൊരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതുവരെ ഡോക്ടറിനെയോ നഴ്സുമാരെയോ ഡയറക്റ്റ് മാൾട്ടയിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടില്ല. നടക്കുന്ന ഏജൻസികളും വളരെ വിരളമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏജൻസികൾ ഇപ്പോൾ നമ്മൾ മാൾട്ടയിലേക്ക് വരുമ്പോൾ ഓരോ വർക്ക് പെർമിറ്റ് അനുസരിച്ച് ഓരോരോ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇവിടെ വന്ന് നമ്മൾ വൺസ് ID മാൾട്ടയിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വളരെ എന്താ പറയുക, ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏജൻസികൾ ഉണ്ടാക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, അതേപോലെ തന്നെ എന്താ പറയുക, നിങ്ങളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടതല്ലാത്ത സർട്ടിഫിക്കറ്റിൽ വെച്ച് പരമാവധി ജോലിക്ക് അപ്ലൈ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പ്രീ ഡിപ്പാർച്ചർ കോഴ്സ്, സ്കിൽ പാസ്, ബ്രിഡ്ജിങ് കോഴ്സ്, ലൈസൻസ് പരീക്ഷകൾ, ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങളാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിനൊരു ഏജൻസിയോ അതുപോലെ അതിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു
കമ്മീഷൻ ഏജന്റിനെയോ കാണേണ്ട ആവശ്യമില്ല. ഈ പ്രീ ഡിപ്പാർച്ചർ കോഴ്സും സ്കിൽ പാസും നിങ്ങൾക്ക് ഓൺലൈനിൽ കയറി അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാം. ബ്രിഡ്ജിംഗ് കോഴ്സിന് നിങ്ങൾ മാൾട്ടയിലേക്ക് വരണം. കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നിലവിൽ അത് ഫിസിക്കൽ ക്ലാസ്സിന് നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതുകൊണ്ട് ബ്രിഡ്ജിംഗ് കോഴ്സ് ഓൺലൈനല്ല, ഓഫ്ലൈൻ കോഴ്സുകളാണ് സാധാരണ വരുന്നത്. ലൈസൻസ് പരീക്ഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. അതിന് നമ്മുടെ ഇവിടുത്തെ തിയറി പാസ്സായി, നമ്മുടെ നാട്ടിൽ പറയുന്നത് തിയറി പാസ്സായി പ്രാക്ടിക്കൽ ചെയ്ത് വേണം ലൈസൻസ് എടുക്കാനും അതിൻ്റെ നടപടികളാണ്. നിലവിലെ പ്രധാനമായും നാട്ടിൽ നിന്ന് കണ്ടുവരുന്ന തട്ടിപ്പാണ്. അതായത് നോൺ റീഫണ്ടബിൾ രജിസ്ട്രേഷൻ ഫീസും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീസും ഏകദേശം ഒരു 1,50,000 രൂപയോളം അടുത്ത് ഈ ഫീസ് വരുന്നുണ്ട്. ഇത് റീഫണ്ടബിൾ അല്ല. അതിലെ ഐ ഡി മാൾട്ടേക്ക് അടയ്ക്കുന്ന ഫീസ് തന്നെ ഏകദേശം 1,00,000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ പൈസകൾ ഫ്രീ അല്ല. പക്ഷേ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ എന്ന രീതിയിൽ പല ഏജൻസികൾ ചെയ്യുന്ന 25,000, 30,000 അല്ലെങ്കിൽ 50,000 രൂപ വരെ രജിസ്ട്രേഷൻ ഫീസും ബാക്കി ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഫീസുമായി വാങ്ങിച്ചിട്ട് ആ പൈസ ആപ്ലിക്കേഷൻ നടത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല. പക്ഷേ അത് അങ്ങനെയാണ് പുതിയൊരു രീതിയിൽ തട്ടിപ്പ് ഇപ്പം നമ്മൾ ശ്രദ്ധയിൽ കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ഇവിടെ പറയുന്നത്. ഇനി നമ്മുടെ മാൾട്ടയിലെ മേജർ ഒരു പാർട്ടാണ് സ്റ്റുഡൻസ് ആൻഡ് നേഴ്സിംഗ്. മാൾട്ടയിലെ സ്റ്റുഡൻറ് വിസയ്ക്ക് വരുന്നവർക്ക് എന്താ പറയുക, പഠിക്കാൻ എല്ലാവർക്കും വരാം. പഠിക്കാൻ മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. പഠനശേഷം ജോലി വേണോ, പഠിക്കുമ്പോൾ പാർട്ട് ടൈം ജോലി കിട്ടുമോ എന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയും ആരും കൊടുക്കുന്നില്ല. ഈവൻ നാട്ടിൽ നിന്ന് ഒരു ഏജൻസി പോലും പറയുന്നില്ല. പറഞ്ഞാൽ അവർക്ക് പ്രാബല്യത്തിലാക്കാനും ബുദ്ധിമുട്ടാണ്. ഏകദേശം ഒരു വ്യക്തിക്ക് ഇവിടെ നോർമലി ജീവിച്ചു പോകണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 600 യൂറോ ഒരു മാസ ചെലവുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു വർഷത്തിലെ ഫീസും ചെലവും എല്ലാം കൂടി ഒരു 12 ലക്ഷം രൂപയുടെ മേലെ മിനിമം ഏറ്റവും കുറഞ്ഞത് ആ ഒരു എമൗണ്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടെ സ്റ്റുഡന്റ് വിസയ്ക്ക് വന്നതിന് ശേഷം എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കാമെങ്കിൽ എന്ന് വിചാരിക്കുകയാണെങ്കിൽ കൂടി എന്താ പറയാ, നമുക്ക് ആകെ കൂടി ഉള്ളത് നമ്മുടെ ഈ ഒരു സീസണൽ ടൈമാണ്. അതായത് വിന്റർ സമ്മർ ടൈമിലാണ് നമുക്ക് ഹോട്ടലുകളായാലും അല്ലെങ്കിൽ ടൂറിസമാണ് ഇവിടുത്തെ മെയിൻ ഇവരുടെ വരുമാന മാർഗം. അപ്പോൾ ആ ഒരു മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വരുന്നത്. അത് സമ്മർ, അതായത് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 5 മാസമാണ് അത് നമുക്കുള്ള ഒരു സമയപരിധി. അതിനുശേഷം പഠിച്ചതിന് ശേഷം ഇവിടെ ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഓരോരുത്തരുടെ സ്കില്ലനുസരിച്ചിരിക്കും. ഇപ്പോൾ എന്താ പറയാ, നമ്മുടെ നാട്ടിലെ ചെറിയ ഇവിടെ എന്താ പറയുക, നാട്ടിലെ ചെറിയ ട്യൂഷൻ സെന്ററുകൾ പോലെയാണ് ഇവിടെ കോളേജുകൾ വളർന്നു വരുന്നത്. അതിനൊരു കാരണം നമ്മൾ തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ, ഇവിടെ വരുന്ന സ്റ്റുഡൻസ് ആയാലും ഇവിടെ വരുന്നു, അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു, എൻജോയ് ചെയ്ത് പോകുന്നു. അതാണ് ഇവിടെ ഒരു നിലവിൽ കാണുന്ന ഒരു അവസ്ഥ. ബേസിക്കലി ഇവിടെ 2 യൂണിവേഴ്സിറ്റികളാണ് ക്യാമ്പസ് ലെവലിൽ കോളേജായിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് യൂണിവേഴ്സിറ്റി ഓഫ് മാൾട്ട, അതുപോലെ തന്നെ എംകാസ്റ്റ് യൂണിവേഴ്സിറ്റി. ഇവ രണ്ടുമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു എന്താ ഒരു കോളേജ് സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു ക്യാമ്പസ് സെറ്റപ്പിൽ വർക്ക് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമ്മുടെ നാട്ടിലെ ട്യൂഷൻ സെന്റർ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെയാണ് ഒരു ബിൽഡിങ്, അതുപോലെ അതിന് ചുറ്റുവട്ടമായ കുറച്ച് സ്ഥലം. അപ്പോൾ അത് ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്, നമ്മൾ ഇന്ത്യൻസിനെയാണ്, അല്ലെങ്കിൽ തേർഡ് നാഷണൽ കൺട്രീസിലെ കുട്ടികളെ തന്നെയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കാനഡ, UK ചെറിയൊരു എന്താ പറയുക, അധികം അങ്ങോട്ട് തള്ളിക്കയറ്റല്ല, കയറ്റം മുഴുവൻ മാൾട്ടയിലേക്കാണ്. അപ്പം മാൾട്ടയിലാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഇവിടെ പെട്ടെന്ന് നമുക്ക് വിസ കിട്ടും, പെട്ടെന്ന് വിസ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലിക്ക് വരാം, അല്ലെങ്കിൽ പെട്ടെന്ന് ജോലി കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് പുറത്ത് നാട്ടിലെ ഏജൻസികൾ കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യമാണ്, യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും പഠനത്തോടൊപ്പം ജോലി ചെയ്യാം എന്നുള്ളൊരു മിഥ്യാധാരണ അതൊരു പണ്ട് തൊട്ടേ നമ്മുടെ നാട്ടിലുണ്ട്. അത് മാക്സിമം ഇപ്പോൾ ചൂഷണം ചെയ്യപ്പെടുന്ന മേഖല മാൾട്ടയാണ്. അപ്പോൾ സ്റ്റുഡന്റ് വിസയിൽ വരുന്നവർക്ക് നല്ല രീതിയിൽ കോഴ്സ് പാസ്സാവുകയാണെങ്കിൽ, അത് ഡിപ്പെൻസ് ഓരോ കോഴ്സ് അനുസരിച്ച്. ഇപ്പോൾ മാസ്റ്റേഴ്സിനാണെങ്കിൽ ചിലപ്പോൾ 1 വർഷം വരെ അവർക്ക് സ്റ്റേ ബാക്ക് കിട്ടാം. ബാക്കി ചെറുകിട കോഴ്സുകൾ, ഇപ്പോൾ ഡിപ്ലോമ കോഴ്സുകൾക്കൊക്കെ ആണെങ്കിൽ 3 മാസമാണ് അവർക്ക് ഒരു ജോലി കണ്ടുപിടിക്കാനുള്ള സ്റ്റേ ബാക്ക് ടൈം. ഈ സമയത്തിനുള്ളിൽ അവർ പഠിച്ച് ജോലി കിട്ടണമെന്നില്ല, കിട്ടിയ ജോലിക്ക് കയറുക, അത് എന്താ പറയുക, സർവൈവ് ചെയ്ത് പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു ID കാർഡ് കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 3 മാസം 4 മാസം നമുക്കിപ്പോൾ കാലതാമസം വരുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മളൊരു ജോലി കണ്ടുപിടിക്കുന്നു, മാറുന്നു,
വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്. ഈവൻ വർക്ക് പെർമിറ്റിൽ വരുന്നവർക്ക് വരെ ID കാർഡിന്റെ ഇഷ്യൂസ് നടക്കുന്ന ഒരു സാഹചര്യം ഇപ്പം നിലവിൽ മാൾട്ടയിലുണ്ട്. അപ്പം സ്റ്റുഡൻറ് വിസയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കണമെങ്കിൽ ഒരിക്കലും മാൾട്ട എന്ന ഒരു രാജ്യം കൊണ്ട് ഞങ്ങൾ പ്രിഫർ ചെയ്യില്ല. പഠിക്കാം, നിങ്ങൾക്ക് ആ കോഴ്സ് ഇവിടെ ചെയ്യാം. ആ കോഴ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ വേറെ അതിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഒരു പക്ഷേ ഹൈലി സ്കിൽഡ് ആയുള്ള വ്യക്തികൾക്ക് ജോലി കിട്ടുന്നുണ്ടാകാം. അതായിരിക്കാം ഏജൻസികൾ ഫോക്കസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന സംഭവം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് വരുന്നത് നഴ്സിംഗ് മേഖല. നഴ്സിംഗ് കോഴ്സുകൾ ഇപ്പോൾ മാൾട്ടയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നഴ്സിംഗ് കോഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഇവിടെ മാൾട്ടയിൽ വന്ന് നഴ്സിംഗ് പഠിക്കുകയാണെങ്കിൽ ആ നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് ഒരിക്കലും നാട്ടിൽ വാലിഡ് അല്ല. ഇവിടെ നഴ്സിംഗ് പഠിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണെന്നല്ല വിചാരിക്കും. പക്ഷെ നമുക്ക് മനസ്സിലായത്, അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് സംസാരിക്കുമ്പോൾ പറയുന്നത് അവർ അത്ര വലിയ സുഖമുള്ള കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മുടെ ഇവിടുത്തെ മൊഡ്യൂൾ പോകുന്നത്. അതായത് ഇപ്പോൾ നാട്ടിലൊരു 10ാം ക്ലാസ് +2 വരെ നമ്മൾ പഠിക്കുന്ന കരിക്കുലം നമുക്ക് വർഷത്തിൽ ഒരു എക്സാം അല്ലെങ്കിൽ 2 എക്സാം, ഫൈനൽ എക്സാം എന്ന രീതിയിലാണ് നമ്മൾ നാട്ടിലെ ഒരു സ്ട്രക്ചർ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇവിടെ അസൈൻമെന്റ്സ് ആണ് അല്ലെങ്കിൽ പ്രാക്ടീസ് സെക്ഷൻ ആണ്. കൂടുതൽ ബേസിക്കലി ഒരു ഫോക്കസ് ചെയ്യുന്ന റിസർച്ച് ബേസ് ചെയ്തുള്ള ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡിയാണ്. അപ്പം അത് നമ്മൾ നാട്ടിൽ നിന്ന് ഒരു പുതിയൊരു കൊച്ചൊരു +2 അല്ലെങ്കിൽ കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ആ ഒരു പ്രശ്നമാണ് മെയിനായിട്ട് എല്ലാ സ്റ്റുഡൻസും പറയുന്നത്. അസൈൻമെന്റ്സ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡിഫിക്കൽട്ടാണ് സ്റ്റുഡൻസ് സാധാരണ പറഞ്ഞു കേട്ടിരിക്കുന്നത്. നഴ്സിംഗ് പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നിലവിലെ സാഹചര്യത്തിൽ ഇവിടുത്തെ നഴ്സിംഗ് മേഖലയിൽ അത്യാവശ്യം ജോലി സാധ്യതകളുണ്ട്. പക്ഷെ അടുത്തൊരു 3 വർഷം കഴിയുമ്പോൾ എന്താകും എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. കാരണം അറിയാം, ഒരു അച്ഛൻ എന്തെങ്കിലും സംസാരിക്കും. ത്തിൻ്റെതായിട്ടുള്ള ചെറിയൊരു നിയന്ത്രണം ഒന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ 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 ആയിക്കോട്ടെ. അപ്പം ഇതാണ് നഴ്സിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ നഴ്സിംഗ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മാൾട്ടയിൽ. നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവർക്ക്, അല്ലാത്തവർക്ക് അതൊരു ബുദ്ധിമുട്ടായുള്ള ഒരു മേഖലയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇത്രയാണ് ബേസിക്കലി മാൾട്ടയെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം. എനിക്ക് തോന്നുന്നു ഇതുകൊണ്ടൊന്നും പൂർത്തിയാകുന്നില്ല. കാരണം ഇത് നമ്മുടെ ഒരു തുടക്കമാണെങ്കിൽ അടുത്ത് വീണ്ടും ഇതുപോലെ നാട്ടിൽ നിന്നുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമുക്ക് കുറച്ചുകൂടി സമയമെടുത്ത് ഓരോരോ സെക്ഷൻ ഓരോരോ സമയങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനും കോൺവെർസേഷൻ ചെയ്യാനും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ ഒരു വെബിനാറിലേക്ക് എന്നെ ക്ഷണിച്ചതിനും അതുപോലെ മാൾട്ട മലയാളി അസോസിയേഷന് ഇങ്ങനെ ഒരു അംഗീകാരം തന്നതിനും ഞങ്ങളുടെ എല്ലാവരുടെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. മാൾട്ടയിൽ നിന്നുള്ള എല്ലാവിധ ആശംസകളും ഈ വേളയിലെ നോർക്ക റൂട്ട്സിനും തുടർന്നും നമ്മൾ ഒരുമിച്ച് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ജിജോ ജോസ്. പ്രത്യേകിച്ച് മെഡിറ്ററേനിയൻ കടലിന് നടുക്ക് നിൽക്കുന്ന മാൾട്ട എന്ന് പറയുന്ന കൊച്ചു രാജ്യം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ലിറ്റിൽ യൂറോപ്പ് എന്നാണ് അറിയപ്പെടുക. ആ ലിറ്റിൽ യൂറോപ്പിലേക്ക് അനവധിയായിട്ടുള്ള മലയാളികൾ ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ ആ കാറ്റഗറിയിലുള്ളതാണ്. പ്രാരംഭ സമയത്ത് വന്ന ആള് എന്നുള്ള നിലയ്ക്കാണ് ജിജോ ജോസ് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത്. അതേപോലെ മാൾട്ട മലയാളി അസോസിയേഷൻ വളരെ സ്തുത്യർഹമായ രീതിയിൽ ഈ മലയാളി സമൂഹത്തിനിടയിൽ വളരെ മനുഷ്യസേവനപരമായ സേവനങ്ങൾ നൽകുന്നു എന്നുള്ളത് ചെറിയ ഒരു കാര്യമല്ല. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ബൃഹത്തായിട്ടുള്ള പല വാസ്റ്റ് ആൻഡ് വൈഡ് ആയിട്ടുള്ള ടോപ്പിക്സ് പറയാനായിട്ടുണ്ട് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ. എന്നിരുന്നാൽ തന്നെ ഈ സമയത്തിന്റെ ആയിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഒരു മൂവിങ് ക്രൗഡാണ്. അപ്പോൾ എല്ലാവരുടെയും കൂടെ സമയത്തിന്റെ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ഇടപെട്ടത്. സദ്യം ക്ഷമിക്കുക.